ഈ പണ്ടൊക്കെ ഹരിയാനയിൽ, യു പിയിൽ, മധ്യപ്രദേശിലൊക്കെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ RSSൽ ചേർന്നു, സംഘപരിവാറിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണുമ്പോൾ ഈ പത്രം വായിക്കുന്ന മലയാളികളായ ആളുകളൊക്കെ എന്തായി നടക്കുന്നത്, അവിടെ പോലീസ് ഉൾപ്പെടെ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയാറുണ്ട്. അത് ഞാനിന്ന് ഓർത്തുപോയി. ഓർക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. അത് പറയുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങളായി അലക്സാണ്ടർ ജേക്കബ് എന്ന IPS ഉദ്യോഗസ്ഥൻ പോലീസിൽ നിന്ന് വിരമിച്ചിട്ട്. ഇപ്പോഴും പുള്ളിയോട് പോലീസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അദ്ദേഹം ഒരു ചട്ടമൊക്കെ പറയും. എന്നിട്ട് ചെറിയ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറയും, അത് ഞാൻ പറയൂല, എന്നെക്കൊണ്ടത് പറ്റൂല എന്നൊക്കെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഈ വിവരം, വിദ്യാഭ്യാസം, സംസ്കാരം, പാരമ്പര്യം തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇനി രണ്ടുപേരെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. ഒന്ന് ശശികലൻ, മറ്റൊന്ന് ശശികല. ആദ്യം ശശികലന്റെ പ്രകടനം കേട്ടോ. ഒരു തൂക്ക് നിയമസഭയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രസിഡന്റ് ഭരണം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ചില ഉദ്യോഗസ്ഥരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അയാള് AKG സെന്ററിൽ നിന്ന് വന്ന ആളായിരിക്കാം. ആദ്യം പോയി AKG സെന്ററിന്റെ നിറം ഒന്ന് കാണുക. AKG സെന്റർ നിറം കൊടുത്തിരിക്കുന്ന എന്താണ്? ചുവന്ന നിറമാണോ? അല്ല. AKG സെന്റർ കാവ്യ അടിച്ചിട്ടിരിക്കുന്നത് എന്തിനാണ്? AKG സെന്റർ കാവ്യ അടിച്ചിട്ടിരിക്കുന്നത് ബംഗാളിനെ പോലെ AKG സെന്ററും ഒരു കാവ്യ കൂടാരമാകാൻ മാത്രമാണ്. അതുകൊണ്ട് ഈ പോലീസുകാർ ആരെങ്കിലും ഇപ്പോഴ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏജന്റുമാരായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ആശ്രിതന്മാരായിട്ടോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാനോ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ 4-ാം തീയതി വോട്ടെണ്ണ. അതിനു മുമ്പുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ശക്തമായ മറുപടി ഉണ്ടാകും. അതുകൊണ്ട് ഇത് മറ്റാരുമല്ല, പോലീസ് തന്നെയാണ് കുരുക്ഷേത്രത്തിൽ കയറി അവിടുത്തെ നാശങ്ങൾ വരുത്തിയിട്ടുള്ളത്, അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിച്ചത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നിയമ നടപടികൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തികച്ചും ന്യായമായി നിയമപരമായി എടുക്കേണ്ട നടപടികൾ ആ ഉദ്യോഗസ്ഥനെതിരെ എടുക്കണം. എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വളരെ കുറച്ചു പേര് മാത്രം വന്ന് ഇത് അറിയാനും അറിയിക്കാനും മാത്രമായിട്ട് വന്ന കുറച്ചു പേരാണ്. അതിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ പോലീസുകാരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടരുത് എന്ന് പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കണ്ട, അതായത് പോലീസുകാരെ ഇപ്പം കൂടിയിരിക്കുന്ന കുറച്ച് ആളുകളെ ഉള്ളൂ. അദ്ദേഹം ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും. അത് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തരുതെന്ന് പോലീസിനെ വരട്ടുക. ആരാ? പോലീസ് മൂധാവിയായിരുന്ന ആൾ. പിന്നെ അത് മാത്രമല്ല, പുള്ളി സ്വപ്നം കാണുന്നത് ഈ മന്ത്രിസഭയാണ്. ഏതാ? ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. തൂക്ക് മന്ത്രിസഭ വന്നാൽ പ്രസിഡന്റ് പിടിച്ചോണ്ട് പോകുന്ന കാണാനിരിക്കുകയാണ്. ഇതാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ. ഇനി രണ്ടാമത്തെ IPS ഉദ്യോഗസ്ഥ, അതുകൂടി കാണണം. ദേ കാക്കിയിട്ട ഗുണ്ടകളെ, കാക്കിയിട്ട തെമ്മാടികളെ എന്ന് വിളിക്കുന്നത് പോലീസ് മേധാവിയാണ്.
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തതിൻ്റെ പെൻഷനാണ് ഈ ശശികലനും ശശികലൻ്റെ പെങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് രണ്ടുപേരും പോലീസിനെ വരട്ടുക. പിന്നെ നിങ്ങൾ ഈ 2 ഫോട്ടോയിൽ ശ്രദ്ധിച്ചോ, BJPക്കാർ ആരും തന്നെ രണ്ടുപേരുടെയും കൂടില്ല. കാരണം അവർക്കിതിൻ്റെ ദുർഗന്ധം അടിച്ചു തുടങ്ങി. ഈ ശ്രീദേവിയൊക്കെ വലിയ സുഗന്ധമാണെന്നും പറഞ്ഞ് അവരെടുത്ത് വെച്ചതാണ്. സത്യത്തിൽ ഇതുപോലെയുള്ള ഒരു നിലവാരവുമില്ലാത്ത വെറും തറ പെരുമാറ്റ രീതിയുമായുള്ള ഇത്തരം തറകളെ കൊണ്ടു നടന്നാൽ കേരളം സ്വീകരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത്തരക്കാരോടൊക്കെ കേരളത്തിന് പുച്ഛമാണ്, പുച്ഛം. മലയാളികൾക്ക് പുച്ഛമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു IPS ഉദ്യോഗസ്ഥയാണ്, വനിതാ പോലീസ് മേധാവി ഇരുന്ന് പോലീസുകാരെ ഗുണ്ടകളെ എന്ന് വിളിക്കും. ഒരു സാധാരണ പോലീസുകാരൻ റിട്ടയർഡായിട്ടുള്ള ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ പോലീസിനെതിരെ ഒരു വിഷയം ഉണ്ടായാൽ അയാൾ പിന്നെ എടുക്കുന്നൊരു നിലപാടുണ്ട്. സത്യത്തിൽ എത്ര നാറിയ മനസ്ഥിതിയും മനോഗതിയും ഒക്കെയാണ് ഈ മനുഷ്യൻ്റെ രൂപം ഉണ്ടെങ്കിലും ഇവർക്കുള്ളത് എന്ന് ഞാൻ ആലോചിച്ചു പോയി. വല്ല കൂറും ബാധ്യതയും കടപ്പാടും എന്തിനെങ്കിലും ഉണ്ടോ? അധികാരത്തിനോടുള്ള ഭ്രാന്ത് പിടിച്ച് എന്തോ ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇവരെ ഒന്നെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയോ അല്ലെങ്കിൽ BJPയോ എന്തെങ്കിലും ചികിത്സ നൽകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് മാത്രം പറയുന്നു.